അപ്പൊ നമ്മൾ ആദ്യം കാണിച്ച പോലെ മഹീന്ദ്രന്റെ ഒരു വണ്ടി കൂടെ കാണുന്നുണ്ടല്ലേ? അതെ അതെ അതെ. ഇത് ഏത് മോഡല്? ഇത് 2018 മോഡലാണ്. അൽഫ കോംഫിയാണ്. ഇത് നിങ്ങൾ പണിയെടുപ്പിച്ചാൽ നല്ല വൃത്തിയല്ല വണ്ടി. എല്ലാം പുതിയ വർക്കാണ്. നമ്മൾ തന്നെ അടുപ്പിച്ചതാണല്ലേ? നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മൾ തന്നെ മൊത്തം അഴിച്ച് ഫുള്ള് പാച്ച് വർക്ക് ഒക്കെ തീർത്തിട്ട് കോട്ടക്കൽ നമ്മളവിടുത്തെ വർക്ക് തന്നെയാണ് വരുന്നത്. നല്ല വൃത്തിയുള്ള ഇന്റീരിയർ കാര്യങ്ങൾ, ഡിസൈൻ, സീറ്റൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സീറ്റൊക്കെ ഒരു സെപ്പറേറ്റ് നമ്മളെ ഹെഡിന്റെ അവിടെ ഒരു വേറെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പാച്ച് വർക്ക് ഒക്കെ തീർത്ത് പെയിന്റിങ് കഴിച്ച് ഇന്റീരിയറും വുഡ് വർക്കുകളൊക്കെ ചെയ്ത് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. ഏത് മോഡൽ പറഞ്ഞത്? 18 മോഡൽ 2018 മഹീന്ദ്ര കോംഫിയാണ്. പേപ്പറോ? പേപ്പർ പുതിയ പേപ്പർ, നമ്മൾ 2 വർഷത്തെ ബ്രേക്കും പുതിയ ഇൻഷുറൻസും ടാക്സും ക്ഷേമനിധി എല്ലാം ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ 2 വർഷം പേപ്പർ ഇട്ട് 2 വർഷം ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ 2 വർഷത്തിന് ബ്രേക്ക് നോക്കണ്ട, പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 വർഷത്തിന് പേപ്പർ കിട്ടും, എല്ലാവർക്കും അറിയാം. അപ്പൊ ഏറ്റവും വലിയ മഹീന്ദ്രന്റെ ഏറ്റവും വലിയ പാസർ റേഞ്ച് വണ്ടിയാണ്. ഓക്കെ, നമ്മൾ എത്ര ചോദിക്കുന്നു? ഇത് നമുക്ക് ഈ വർക്ക് എടുത്തതുകൊണ്ട് 2,75,000 രൂപ വരുന്നുണ്ട്. 275 പിന്നെ നോർമൽ റേറ്റ് 230, 240 ഒക്കെ നോർമൽ റേറ്റ് വരിക. ഇത് വർക്ക് എടുത്തതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. ചെറിയ വണ്ടി പോലെ അല്ലല്ലോ, അതിനേക്കാളും എന്തായാലും നല്ല ഒരു 10-55 രൂപ വർക്കിന് വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റേറ്റ്. അതിന്റെ ക്വാളിറ്റി ഉണ്ട് വണ്ടി കണ്ടാൽ തന്നെ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഡയറക്റ്റ് വന്ന് കണ്ടാൽ തന്നെ അതിന്റെ വൃത്തി മനസ്സിലാവും. നമ്മൾ വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല, നമ്മൾ ഡയറക്റ്റ് കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ ഏകദേശം 10-15 രൂപ പേപ്പർ പുതിയത് എടുക്കാനും നമുക്ക് ചെലവ് വരുന്നുണ്ട്. നമുക്ക് 2.25. ചില വണ്ടികളൊന്നും ക്ഷേമനിധി ആദ്യം അടച്ചിരുന്നില്ല. അപ്പൊ അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഫുൾ പേയ്മെന്റ് അടക്കുന്നുണ്ടാവും. നല്ലൊരു എമൗണ്ട് അത് തന്നെ വരുന്നുണ്ട്. അതൊക്കെ ഇവിടുന്ന് ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ കസ്റ്റമറിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. നമ്മൾ ഇതിന് എത്ര അടവ് കിട്ടും? ഇത് നമുക്കൊരു ഏകദേശം 1.80 വരെയൊക്കെ ലോൺ ചെയ്യാം. 1.80 ലോണും കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ വലിയ മഹീന്ദ്രന്റെ വണ്ടി ആൽഫ കോംഫിയാണ്. വലിയ വണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ പറഞ്ഞാലേ, ഞാൻ ഓരോ വണ്ടി കാണുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും ഭംഗി തോന്നുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത വണ്ടിയിലേക്ക് വരുമ്പോൾ അത് അതിനേക്കാളും ഭംഗി തോന്നുന്നു. ഇതെന്തെങ്കിലും ചെയ്ത് പ്രത്യേകത നമുക്ക് ഓരോ സ്റ്റൈൽ വർക്കുകളാണ്, ഏരിയക്കുള്ള വർക്കുകൾ. അതെ, ഓരോ മോഡൽ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ തരത്തിലുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏതാണ് നമ്മുടെ മഹീന്ദ്രന്റെ വണ്ടി? മഹീന്ദ്ര കോംഫി നമ്മൾ നേരത്തെ കണ്ട വണ്ടി തന്നെയാണ്. ഇത് 18 15 മോഡലാണ് വണ്ടി. 2015. പക്ഷെ നമുക്ക് അതിനേക്കാളും ഒന്നും കൂടെ പുതുക്കാൻ തോന്നുന്നു. നമ്മുടെ വർക്കിന്റെ ഓരോ മാറ്റങ്ങളാണ്, പ്രത്യേകതയാണ്. ഇതിന്റെ പേപ്പർ എങ്ങനെയാണ്? ഇത് പേപ്പർ നമുക്ക് ബ്രേക്ക് വരേണ്ടത് അടുത്ത മെയ് വരെ ബ്രേക്ക് ഉണ്ട്. മെയ് വരെ ഉണ്ട്. മാർച്ച് വരെ ടാക്സി ക്ഷേമനിധി എല്ലാം ക്ലിയർ ആണ്. മെയ് എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്തായാലും ഏകദേശം ഉണ്ട്. 2-3 മാസത്തെ കമ്മിയേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒരു വർഷത്തിന് പുതിയത് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുക. പുതിയ ഇൻഷുറൻസും കിട്ടുന്നതാണ്. ഇത് നോർമൽ വർക്കല്ല, പുതിയ വർക്കാണ്. അതിനനുസരിച്ച് വിലയും മാറ്റുണ്ട്. അതെ, നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ വർക്ക്, നല്ല വൃത്തിയുള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ള, ക്വാളിറ്റി ഉള്ള വർക്ക് തന്നെയാണ്. നമ്മള് എത്ര ചോദിക്കും? റേറ്റ് വന്നത് 2.20 ആണ്. 2.20. ഇതേ സെയിം വണ്ടി ഞങ്ങൾക്ക് 1,70,000 രൂപയ്ക്ക് 2015 മോഡൽ വാറുണ്ട്. അതെ, അപ്പൊ വർക്ക് കമ്മിയാണ്. നമ്മുടെ വർക്കിനനുസരിച്ച് വിലയിൽ അങ്ങോട്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ കുറവ് കൂടുതൽ പറയുമ്പോൾ രണ്ട് വിലന്റെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കാം. വണ്ടി പരാതി കമന്റ്സിലൊക്കെ ഒരുപാട് പരാതികൾ വില ജാസ്തിയാണ്, വില. അപ്പൊ വണ്ടി കാണാത്തവരാണ് അത് പറയാം. അതെ, പിന്നെ ഈ വർക്ക് എടുക്കാൻ എത്ര വരുന്നു എല്ലാവർക്കും ഒരു പിടുത്തുണ്ടാവില്ല. ഓരോ നാട്ടിൽ ഓരോ റേറ്റും ആണ്. മലപ്പുറം ജില്ലത്തെ റേറ്റ് അല്ല, എറണാകുളം ആ ഭാഗത്ത് അതിനനുസരിച്ച് വർക്കിലും വ്യത്യാസമുണ്ട്. ചിലർ ജസ്റ്റ് വുഡ് ഒന്ന് വലിച്ചു കെട്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരും. അത് ചെറിയൊരു എമൗണ്ട് വരുള്ളൂ. നമ്മൾ അതിനനുസരിച്ച് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. മലപ്പുറത്ത് വർക്കിനെ പൊതുവെ പൈസ കൂടുതലാണ്. ഏത് അപ്പോളിസ്റ്ററി ആയാലും എല്ലാ വർക്കിനും. പിന്നെ മലപ്പുറം വർക്കിന് പ്രത്യേക ഡിമാൻഡ് ഉണ്ട്. പുറത്ത് ചില നമ്മുടെ ഈ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയാം. വയനാട്ടുകാരും വന്നിട്ട് ചോദിക്കുന്നത് മലപ്പുറം സ്റ്റൈലിൽ പണിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊരു മാർക്കറ്റ് കൂടുതലാണ്. അതെ, നമ്മുടെ നാടിനെ പൊക്കി പറയല്ല, നമ്മുടെ ഓട്ടോറിക്ഷ 3 വീലറിലൊക്കെ നമ്മുടെ ഇവിടുത്തെ ഇതിന് പ്രത്യേക ഡിമാൻഡ് ഉള്ളതാണ്. നമ്മൾ എത്ര ചോദിക്കുന്നത്? നമുക്ക് 2,20,000. 2.20. അടവ് എത്ര കിട്ടും? അടവ് നമുക്കൊരു 1.50 അടവ് കിട്ടും. അപ്പൊ ചെറിയൊരു എമൗണ്ട് 70 റുപ്യോളം നമ്മൾ കയ്യിൽ കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ ആരെങ്കിലും വലിയ വണ്ടി മഹീന്ദ്രന്റെ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫിനാൻസിന്റെ പിന്നെ പ്രത്യേകിച്ച് പറയാം. 2019 കീപോർട്ടുള്ള എല്ലാ വണ്ടികൾക്കും മലപ്പുറം ജില്ലയുടെ പരിധിയിലാണ് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റുക. മറ്റുള്ള വണ്ടികൾക്കൊക്കെ ഏത് ജില്ലയിലും കൊടുക്കാൻ പറ്റും. അത് ശ്രീറാമിന്റെ പ്രൈവറ്റ് ബാങ്ക് ലോണാണ് വരിക, പ്രൈവറ്റ് ഫിനാൻസ് ആണ് വരുന്നത്. 19 മേലേക്കുള്ള വണ്ടികളാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ, ഒരുപാട് ജില്ലയിൽ നിന്ന് ആൾക്കാർ ലോൺ നമ്മൾ പരസ്യം കണ്ട് വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് ലോൺ ചെയ്യാൻ പറ്റല് വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് സിവില് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കാൻ പറ്റൂ. അതും 2019 മുകളിലേക്കുള്ള വണ്ടികൾക്ക് മാത്രമാണ്. അപ്പൊ ബാക്കി നമ്മൾ നോർമൽ പറഞ്ഞതൊക്കെ നമ്മുടെ മാത്രമാണ് ഈ ലൊക്കാലിറ്റിയിൽ ഉള്ളവർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോളാം. നിങ്ങൾ ഇപ്പൊ ഇതിന്റെ ഇടയിൽ പുതിയ വണ്ടിയും കൂടെ നോക്കണ്ട? അല്ല, ഞങ്ങൾ വർക്ക് എടുത്ത വണ്ടി 2020 മോഡലാണ് വണ്ടി. ഇത് 20 മോഡലാണ്. പക്ഷെ ഞാൻ അത് കണ്ടിട്ട് പുതിയ വണ്ടി പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ പുതിയ രണ്ടാമത്തെ റീസെറ്റ് ചെയ്ത വണ്ടികളാണ്. അതെ, കംപ്ലീറ്റ് അഴിച്ച് ഫുള്ള് വർക്ക് ചെയ്ത് വെക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഈ KL 59 അങ്ങനത്തെ റെസിഡൻസ് ഒക്കെ വരുമ്പോ വേറൊരു ടൈപ്പിലാണ് രൂപം വരിക പണിന്റെ. അപ്പൊ ഞങ്ങൾ ഇവിടെ മലപ്പുറം സ്റ്റൈലിലേക്ക് മാറ്റിയിട്ട് വർക്ക് എടുക്കേണ്ടതാണ്. നമ്മളിവിടുത്തെ പണി എടുപ്പിച്ചിട്ടാണ് കംപ്ലീറ്റ് വുഡ് ഒക്കെ അഴിച്ച് ചെയ്യുന്നതല്ലേ. ഒരു 50 റുപ്യോളം വർക്ക് നമ്മൾ പേപ്പർ വർക്ക് എടുക്കാൻ 50 റുപ്യന്റെ മേലെ കയറുന്ന ഇന്റീരിയർ മൊത്തം ബോഡി ഒക്കെ അഴിച്ച് ചെയ്യുന്നതല്ലേ. അപ്പൊ ഇനി ഒരു വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു പുതിയ വണ്ടി എടുക്കണ ഒരു മെയിനിൽ എടുക്കാം. എഞ്ചിന് മാത്രമേ കുറച്ച് ഓടിയൊരു കണ്ടീഷൻ ഉണ്ടാവുന്നുള്ളൂ. 2020 മോഡലാണ്.
2020 അതിന്റെ കൂടെ നമുക്ക് 2 വർഷത്തെ ബ്രേക്കും ഇൻഷുറൻസ് 1 വർഷത്തിന് ടാക്സ് ക്ഷേമനിധി എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുക. നിലവിലെ എല്ലാ പേപ്പറും ക്ലിയർ ആക്കി ക്ഷേമനിധി അടക്കം ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുന്ന വണ്ടിയാണ്. ഫുൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത് എല്ലാ വർക്കും ഇനി ഒന്നും നോക്കണ്ട, അത് ഡയറക്റ്റ് കൊണ്ടുപോയി ഓടുക, വേറെ ഒന്നും ചെയ്യാൻ. നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കണം. ഒരു 5-6 വർഷം പാച്ച് വർക്ക് പോലും വരാതെ നമുക്ക് കൊണ്ടുനടക്കാം. നമ്മൾ എത്ര ചോദിക്കണേ? ഇത് ഈ വണ്ടിക്ക് 220 റേഞ്ച്. ഇതേ മോഡൽ നമുക്ക് 190 നമ്മളെ കയ്യിൽ വേറെ സ്റ്റോക്ക് ഉണ്ട്. സെയിം മോഡൽ, വർക്ക് ഇത്ര ഉണ്ടാവില്ല എന്ന് മാത്രം. അതാണ്. അപ്പോൾ 2 റേറ്റും നമ്മൾ തന്നെ പറയുന്നുണ്ട്. ഈ റേറ്റ് വരുന്നതുകൊണ്ട് ഇതിൽ കുറഞ്ഞ തന്നെ ഈ സെയിം മോഡൽ വരുന്നത്. വർക്ക് കമ്മി ആയതുകൊണ്ടാണ് ആ റേറ്റ് നമുക്ക് കിട്ടിയ റേറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വർക്ക് എടുക്കുന്നതുകൊണ്ട് ആ വിലയും കൂടി ജാസ്തിയായിട്ട് വരുന്നുണ്ട്. കൊടുക്കുന്ന പൈസക്ക് എന്തായാലും നമുക്ക് അതിനുള്ള മുതലുണ്ടാവും, അതിലൊരു പേടിയും വേണ്ട. അപ്പോൾ ഇതിന് എത്ര അടവ് കിട്ടും? ഇത് നമുക്കൊരു 150, 160 ഒക്കെ ലോൺ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് നമുക്ക് 60-65 റുപ്യ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ പുതിയ ഓട്ടോറിക്ഷ ആരെങ്കിലും എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് പരിഗണനയിൽ പെടുത്താം. നല്ലൊരു എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും അല്ലേ നമ്മൾ പുതിയ ഇതും കൂടെ എടുക്കുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ട് ഒന്ന് പരിഗണനയിൽ പെടുത്തുക. ബജാജിന്റെ കോമ്പാക്ട് ഡബിൾ ഗണ്ണ് വരുന്നുണ്ട്. ഇവർക്ക് ഈ KL 22 എവിടെ വരുന്നത്? 22 തിരുവനന്തപുരത്തിന്റെ ഇതിൽപ്പെട്ടാണ്, അവിടെ പെട്ടതല്ലേ? ഓക്കെ. ഇത് ഏത് മോഡൽ വണ്ടി? ഇത് 2023 മോഡല്, 24 ജനുവരിയാണ് വണ്ടി. 23, 24. അപ്പൊ 2 വർഷം ഉപയോഗിച്ചിട്ട്. 2 വർഷം. ഇത് നമ്മൾ വർക്ക് എടുത്തതാണോ അതോ? അല്ല, ഇത് നമുക്ക് ഇതേ രൂപത്തിൽ കണ്ടീഷൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നല്ല വൃത്തിയുണ്ട് വണ്ടി. കസ്റ്റമർ പുതിയ വർക്ക് എടുത്തത് അവിടുന്ന് കൊടുത്തതിന് ശേഷം പുതിയ വർക്ക് എടുത്തത്. ജസ്റ്റ് 2 വർഷത്തെ ഉപയോഗമല്ലേ ഉള്ളൂ. പണിയാണ്. നമ്മളെടുത്ത പണി തന്നെയാണ്. അപ്പോ KL 22 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ബജാജിന്റെ കോമ്പാക്ട് ഡബിൾ കണ്ണ് വരുന്ന വണ്ടിയാണ്. ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേപ്പർ ചെയ്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് 2028 ജനുവരി വരെ CF ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് വരുന്നത് നമുക്ക് ഈ ഡിസംബർ വരെ ഇൻഷുറൻസ് ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. അപ്പൊ നിലവിൽ ഇനി 2 വർഷത്തോളം പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ അങ്ങോട്ട് ബ്രേക്കിനൊന്നും നമ്മൾ ഇനിയിപ്പോ 2 വർഷത്തിന് നോക്കേണ്ടതില്ല. ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,30,000 റുപ്യാണ്. അപ്പൊ 2 വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ, ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. ഫിറ്റിംഗ്സ് എല്ലാം പാർട്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കണ്ടീഷനിൽ കൊടുത്തിട്ടുള്ള വണ്ടി. ഫുള്ള് പാർട്ടിനെ വർക്ക് എടുത്ത് കൊടുക്കുന്നത്. നല്ല വൃത്തിയുണ്ട്, എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. ഇനി ഒന്നും നമുക്ക് എക്സ്ട്രാ വെക്കേണ്ടതില്ല. ചെക്കന്മാർക്കൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. നമ്മൾ എത്ര ചോദിക്കണം? ഇത് 230. 230. അടവ് എത്ര കിട്ടും? ഇത് നമുക്കൊരു 160-170 ലോൺ ചെയ്യാൻ പറ്റും. 160ഓളം ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരനെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പുതിയ വണ്ടി എടുക്കുന്നവർ ഇതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഒരു ഡബിൾ കണ്ട് കൂടെ കാണുന്നുണ്ടല്ലോ. ഇത് മോഡൽ? ഇത് 17 മോഡലാണ്. 2017. ഇതും എനിക്ക് തോന്നുന്നു പാർട്ടിന്റെ ഒരു നമ്മള് കൂടുതൽ ചെറിയ വർക്കുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, പുതിയ വർക്ക് അല്ലാന്ന് മാത്രം. ഓക്കെ. എന്തായാലും പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. അതൊന്നും നമ്മൾ നോക്കണ്ട, നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഇത് ഏത് മോഡൽ പറഞ്ഞത്? ഇത് 17 മോഡലാണ്. 2017 പേപ്പറോ? പേപ്പർ നമുക്ക് 2027 ഫെബ്രുവരി വരെ CF ഉണ്ട്. ഇൻഷുറൻസ് നമുക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയത് അടച്ചിട്ടാണ് കൊടുക്കുക. പുതിയ ഇൻഷുറൻസ്, ടാക്സ് ക്ഷേമനിധിയൊക്കെ അടുത്ത മാർച്ച് വരെ എല്ലാം ക്ലിയർ ആണ്. എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും ബജാജിന്റെ കോമ്പാക്ട് തപ്പുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് എടുത്തോളാം. ഈ സ്റ്റിക്കർ നമ്മൾ ചെയ്യണോ? ഇത് ചെറിയ വർക്കുകളൊക്കെ അങ്ങനത്തെ പേര് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്നും ഇല്ലാത്ത വണ്ടി മേലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മിക്കവാറും വണ്ടിയിൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഉണ്ടോണ്ട് ചോദിച്ചാൽ. ഞങ്ങൾ ഓരോ ഹോൾ മാർക്കുകളുണ്ട്. രസമുണ്ട് വണ്ടി, ഒരു വർക്ക് അതിന് നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. അപ്പോ ബജാജിന്റെ കോമ്പാക്ട് നോക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. റേറ്റ് എത്ര പറയുന്നത്? ഇത് നമുക്ക് 1,68,000 രൂപ. 1,68,000. അടവ് എത്ര കിട്ടും? ഇത് നമുക്കൊരു 1 ലക്ഷം റുപ്യന്റെ മേലെ അടവ് കിട്ടും. 1 മേലെ അടവ് കിട്ടും. അപ്പൊ ഏകദേശം ഒരു 60 രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടതുള്ളൂ.